Hello guys, it's me Akhila and welcome back to my YouTube channel. കുറെ നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കാശിക്കുട്ടന്റെ 5th ബർത്ത്ഡേ ആണ്. അപ്പോ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മൾ കുറച്ച് പരിപാടികളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് 2 ദിവസങ്ങളിലായിട്ടാണ് നമ്മള് സക്സസ് ആക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പൊ അമ്പലത്തിൽ പോവാണ്. അമ്പലത്തിൽ പോയിട്ട് വീഡിയോ ലൈക്ക് ചെയ്യണേ. അപ്പൊ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ഉമ്പോറ്റി അടുത്തൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാം. എന്നിട്ട് നമ്മുടെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, നമ്മൾ അമ്പലത്തിൽ പോവാണ്. ഇപ്പൊ തന്നെ വ്യായാമം കഴിഞ്ഞു കാണും. നമുക്ക് ചെന്നിട്ട് കാണാം. ഓക്കെ ഓക്കെ. കുട്ടി വരൂ. നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് കാശിക്കുട്ടന് ഭയങ്കര സുപരിചിതമായിട്ടുള്ള അമ്പലമാണ്. അതായത് എൻ്റെ കുടുംബക്ഷേത്രമാണ്. കാശിക്കുട്ടൻ്റെ അപ്പൂപ്പൻ്റെ കൂടെ കാശിക്കുട്ട സ്ഥിരമായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അർച്ചനക്കൊക്കെ എഴുതിച്ച് പുറത്ത് വന്നപ്പോഴത്തേക്കും നല്ല മുട്ടനൊരു പണി കിട്ടിയിട്ടുണ്ട്. നല്ല മഴ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് തൊഴാനൊന്നും പറ്റിയിട്ടില്ല. മഴയോട് മത്സരിച്ച് കുറച്ച് സമയമൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് നോക്കി കേട്ടോ. എങ്ങാനും തൊഴാൻ പറ്റിയാലോ, ഒരു രക്ഷയില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കാശിക്കുട്ടൻ്റെ അർച്ചനയുടെ പ്രസാദമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി. കാരണം 1-2 അമ്പലത്തിലും കൂടെ നമുക്കൊന്ന് പോകാനുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മഴ ആയതുകൊണ്ട് എങ്ങനെയാണ് ഏതാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ 2ാമത്തെ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഇത് പത്തിയൂർ അമ്പലമാണ്, നമ്മുടെ ഗ്രാമദേവതയാണ്. അവിടെ വന്ന് കുഞ്ഞിനെ ഒന്ന് തൊഴിക്കണം എന്നുണ്ടായിരുന്നു. നമ്മൾ കുറേ നാളായി കേട്ടോ ഇവിടെ വന്നിട്ട്. അപ്പോൾ കാശിക്കുട്ടൻ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ വരാൻ ഭയങ്കര ഉത്സാഹമാണ്. കാരണം ഇവിടെ അമ്പലക്കുളമുണ്ട്. കുളത്തിലിറങ്ങി കാല് കഴുകാനൊക്കെ ഭയങ്കര ഉത്സാഹത്തിലാണ് ആളിതായി പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷേ മഴ ആയതുകൊണ്ട് അവിടെ കല്ലെല്ലാം നല്ലപോലെ വഴുക്കി കിടക്കുമായിരുന്നു. അവരങ്ങോട്ട് ഇറക്കിയില്ല, അവിടെ പൂട്ടിയിട്ടേക്കുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അപ്പുറത്തൊരു ചെറിയ പൈപ്പ് ഉണ്ടായിരുന്നു, അവിടെ ചെന്ന് കാല് കഴുകി തൽക്കാലത്തേക്ക് ഞങ്ങളൊന്ന് സമാധാനിച്ചു കേട്ടോ. നമ്മൾ അങ്ങനെ 2ാമത്തെ അമ്പലത്തിലും തൊഴുതിട്ട് പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നല്ല മഴ ആയതുകൊണ്ട് നമുക്ക് ചുറ്റി പ്രാർത്ഥിക്കാനും ഒന്നും പറ്റിയിട്ടില്ല. കുഞ്ഞുള്ളത് കൊണ്ട് നമുക്ക് മഴയത്ത് അങ്ങനെ ചുറ്റി പ്രാർത്ഥിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പം 3ാമത്തെ അമ്പലത്തിലോട്ട് പോവാണ്. അതായത് ഏട്ടൻ്റെ കുടുംബക്ഷേത്രത്തിലോട്ടാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. നല്ല മഴ ആയതുകൊണ്ട് എന്താവും എങ്ങനെയാവും എന്നൊന്നും എനിക്കറിയത്തില്ല. വീഡിയോ എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് കാണിക്കുന്നതായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തൊഴുതിട്ട് നേരെ വീട്ടിലേക്ക് വരാം. ഏട്ടാ, കാശിക്കുട്ടന്റെ ബർത്ത്ഡേ ആയിട്ട് ഏട്ടൻ എന്താണ് പറയാനുള്ളത്? നമ്മുടെ കാശിക്കുട്ടൻ 5 വയസ്സായിരിക്കുകയാണ്. മഴ ആയതുകൊണ്ട് ആകെ ഫ്ലോപ്പ് ആയി പോയല്ലോ എന്നുള്ള സങ്കടത്തിൽ. അത് ശരിയാ, നമുക്ക് ചുറ്റി പ്രാർത്ഥിക്കാനൊന്നും പറ്റിയിട്ടില്ല. അകത്ത് കയറിയിട്ട് വലിയ പ്രാർത്ഥിക്കാനേ പറ്റിയിട്ടുള്ളൂ. ചുറ്റുമുള്ള വേറെ റീൽ ചെയ്യാം. ചുറ്റും നമുക്ക് നല്ല വിശാലമായിട്ട് പ്രാർത്ഥിക്കാനൊന്നും പറ്റിയിട്ടില്ല. അതിന്റെ ചെറിയൊരു വിഷമമുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് വേറൊരു ദിവസം വന്നിട്ട് അമ്പലത്തിലൊക്കെ വന്നിട്ട് നല്ലതായിട്ട് പ്രാർത്ഥിച്ച് സുഖമായിട്ടൊക്കെ പോവാം. ഇല്ലേ കാശിക്കുട്ടാ? നമ്മളിതാ നെക്സ്റ്റ് കാവിലോട്ട് പോവാണ്. ഇത് കുഞ്ഞു റോഡായതുകൊണ്ട് നമുക്ക് ഇവിടെങ്ങും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് ദൂരെ പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്പലം തുറന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. കാശിക്കുട്ടാ പോ. കാശിക്കുട്ടൻ പണ്ട് കുഞ്ഞിലിവിടെ വന്നിട്ടുള്ളതാണ്. അവനിപ്പോൾ ചോദിച്ചപ്പോൾ ഓർമ്മയൊന്നും കിട്ടുന്നില്ല. കണ്ടു കഴിയുമ്പോൾ ഓർമ്മ വരുമോ നമുക്കറിയാം. അല്ലേ കാശിക്കുട്ടാ? ഓർമ്മയുണ്ടോ മോൻ ഇവിടെ? ഏതാ പറ. ചേച്ചിമാരുടെ കളിച്ചിട്ടുണ്ടോ? അപ്പൊ എന്റെ കാശിക്കുട്ടന് ഓർമ്മയുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ കാവ്. ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും അമ്പലമൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് ടൈം ആയല്ലോ. പക്ഷെ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ മഴയൊക്കെ മാറി കേട്ടോ. അപ്പം ഞാൻ കാശിക്കുട്ടനെയും പിടിച്ചുകൊണ്ട് ഓരോരുത്തർക്കും ഇങ്ങനെ കൊണ്ടുപോയി തൊഴിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറേ നാൾ ശേഷമാണ് കേട്ടോ ഇവിടെ വരുന്നത്. നേരത്തെ ഇവിടെ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠയുടെ സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ കുറേ നാൾ ശേഷമാണ് നമ്മൾ വരുന്നത്. ഇപ്പോൾ കാശിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവനെ കൊണ്ടുവന്നൊന്ന് തൊഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുന്ന് തൊഴുത് നമ്മൾ ഇപ്പം നേരെ
ഷോപ്പിലോട്ട് പോവാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കണം. ഇപ്പം സമയം ഒരുപാടായിട്ടുണ്ട്. അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. നമ്മൾ പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കായംകുളം ശ്രീഹരി ഹോട്ടലിലാണ് വന്നിട്ടുള്ളത്. കാശിക്കുട്ടിന് പിന്നെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പൊറോട്ട മതി കേട്ടോ. പൊറോട്ട വിട്ടൊരു കളിയില്ല അവന്. അവൻ പൊറോട്ടയും മുട്ടക്കറിയൊക്കെ ഓർഡർ ചെയ്തു. ഏട്ടനും അത് തന്നെയാണ് ഓർഡർ ചെയ്തത്. ഞാൻ പിന്നെ അപ്പമാണ് കേട്ടോ പറഞ്ഞത്. എനിക്ക് അപ്പം ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ അപ്പം ഓർഡർ ചെയ്തു. ഞങ്ങൾ അതെല്ലാം കഴിച്ചു. സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. കാശിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം. കാശിക്ക് കഴിക്കുന്നതിലൊരു ചെറിയ സ്റ്റൈലൊക്കെ ഉണ്ട് കേട്ടോ. അതൊരു പ്രത്യേക സ്റ്റൈലാണ്. നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒരു കുഞ്ഞ് കട്ടനും കൂടെ കുടിച്ചിട്ട് പതുക്കെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി കേട്ടോ. കാരണം നമുക്കിനി ഷോപ്പിൽ പോകാനുണ്ട്. ഒരുപാട് ലേറ്റായി. അപ്പോൾ ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളങ്ങോട്ട് പോകാൻ നേരം നല്ല മഴയായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നൊന്നും നമുക്ക് അതെ. അപ്പോൾ നമുക്കിപ്പോൾ നേരെ ഷോപ്പിലോട്ട് പോവാം. ഷോപ്പിലോട്ട് പോകുന്ന വഴി അതെ അതെ നമുക്ക് കുറച്ച് ലഡു വാങ്ങിക്കൊണ്ട് പോകണം. അവിടെ സ്റ്റാഫിനൊക്കെ ലഡു കൊടുത്ത് കാശിക്കുട്ടൻ്റെ ബർത്ത്ഡേ ഒക്കെയാണെന്ന് പറയണം. അപ്പോൾ അത് തന്നെയല്ല, നമ്മൾ കാശിക്കുട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മൾ കാശിക്കുട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ നാളത്തേക്കാണ് മാറ്റി വെച്ചിരിക്കുന്നത്. കാരണം ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ സൺഡേ ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും വരാൻ വേണ്ടിയിട്ട് നല്ല സൗകര്യമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഞായറാഴ്ചത്തേക്കാണ് സെലിബ്രേഷൻ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് കാശിക്കുട്ടനുമായിട്ട് പോയിട്ട് വരാം അല്ലേ കാശിക്കുട്ടാ? അവരെയൊക്കെ വിളിക്കണ്ടേ? വേണ്ടേ? പിന്നെ എന്റെ ബർത്ത്ഡേ നാളെ എല്ലാവർക്കും വരണ്ടേ കാശിക്കുട്ടന്റെ ബർത്ത്ഡേക്ക്? ഇന്നാകുമ്പോ അവർക്കൊക്കെ ജോലി ചെയ്യണ്ടേ? നാളെ ആകുമ്പോ അവരെല്ലാം ഫ്രീ ആവത്തില്ലേ? അതുകൊണ്ട് നമുക്ക് നാളെ വിളിക്കാനല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ നാളെ ആകുമ്പോ കുറച്ചും കൂടെ നമ്മൾ ഫ്രീ ആവും. ഇന്ന കാശിക്കുട്ടന്റെ ബർത്ത്ഡേ. ഇന്ന് കേക്ക് മുറിക്കൂ? ഇന്നല്ല, നമുക്ക് നാളെ മുറിക്കാം. നാളെ എല്ലാരും കൂടെ വരുമ്പോ നല്ല വൈബായിരിക്കത്തില്ലേ? അപ്പൊ കാശിക്കുട്ടന്റെ പപ്പാച്ചിത ലഡു വാങ്ങാൻ വേണ്ടിയിട്ട് കടയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ കാശിക്കുട്ടൻ എന്തോ വേണമെന്ന് പറഞ്ഞേ? കാശിക്കുട്ടൻ ഒരു ജിലേബിയും കൂടെ വേണമെന്ന് പറഞ്ഞു കേട്ടോ. കാശിക്കുട്ടന്റെ ജിലേബി ലഡു ഒക്കെ കൊണ്ട് പപ്പാച്ചി ഇപ്പൊ വരും. അപ്പൊ നമുക്ക് അതൊക്കെ കൊണ്ട് സ്റ്റാഫിനൊക്കെ കൊണ്ട് കൊടുക്കാം. പിന്നെ പിന്നെ നമ്മുടെ ഷോപ്പിന്റെ അപ്പുറത്തെ ആന്റി ഉണ്ട്, ആ ആന്റിക്ക് കൊടുക്കാം. പിന്നെ നമ്മുടെ മാവേലിക്കര ഷോപ്പിൽ പോയി അവിടുത്തെ സ്റ്റാഫിന് കൊടുക്കാം. അവരെയൊക്കെ കാശിക്കുട്ടന്റെ ബർത്ത്ഡേ ഫംഗ്ഷന് വിളിക്കാം. കുറെ കുറെ കുറേ പണികൾ ഞങ്ങൾക്ക് ഉണ്ട് അല്ലേ കാശിക്കുട്ടാ? ഇല്ല ഒരു പരിപാടി ഇല്ല കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ പരിപാടികളൊന്നുമില്ല. ഓക്കെ അല്ലേ? നമുക്ക് ഷോപ്പിൽ ചെന്നിട്ട് കാണാം. ഹലോ ഗൈസ്, നമ്മളിപ്പോ പോവാൻ പോകുന്ന ബൂട്ടി പാർലറിലേക്കാണ്. എന്തിനാടാ ബ്യൂട്ടീഷ്യൻ ചെയ്യാൻ പോന്നു? എന്തിനാ? കാശിക്കൊണ്ട് പപ്പാച്ചിതാ ലഡു ഒക്കെ വാങ്ങി വരുന്നുണ്ട് കേട്ടോ. കുറച്ച് നമ്മളെ പോസ്റ്റ് ആക്കി. കുറച്ചും കൂടെ വൈകിയിരുന്നുണ്ടെങ്കിൽ കാശിക്കുട്ടൻ ഇവിടെ ഭയങ്കര ബഹളം വെച്ചേനെ. അങ്ങനെ ഇതാ നമ്മുടെ ഷോപ്പ് എത്തിയിട്ടുണ്ട്. ഇതിലേറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷോപ്പിലെത്തിയപ്പോഴത്തേക്കും ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി ഗൈസ്. എന്നാ ചെയ്യാനാ, മറന്നുപോയി. അങ്ങനെ ഷോപ്പിൽ നിന്ന് ഇറങ്ങി അടുത്ത ഷോപ്പിലോട്ട് പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിലോട്ട് കയറി. അവിടെ എത്താറായി കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തത്. പിന്നെ അവിടെ ചെന്ന് അവിടുത്തെ ചേട്ടന്മാർക്കൊക്കെ ലഡുവും കൊടുത്ത് അവരെ ബർത്ത്ഡേ സെലിബ്രേഷന് ഇൻവൈറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കാരണം ടൈം ഒത്തിരി ആയിട്ടുണ്ടായിരുന്നു. ഹലോ. അപ്പോൾ ദാ നമ്മൾ ഷോപ്പിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കാശിക്കുട്ടനെ നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുവിടണം. അപ്പോൾ ഇന്ന് വൈകിട്ട് നമ്മൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് വീഡിയോയിലൂടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ കാശിക്കുട്ട നമുക്ക് വീട്ടിൽ പോവാം. അപ്പോൾ സമയം എത്രയായി? സമയം ഇപ്പം 3 മണിയാവുന്നുണ്ട്. നമ്മൾ ഇത്രയും സമയത്തും ഒന്നും കഴിച്ചിട്ടില്ല. വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കണം. കാശിക്കുട്ടനും വിശക്കുന്നുണ്ടല്ലേ കാശിക്കുട്ട? വിശക്കുന്നുണ്ടോ? നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ദാ കാശിക്കുട്ടൻ്റെ അമ്മാമ്മയും ചാച്ചയും കൂടെ കാശിക്കുട്ടൻ്റെ ഒരു കുഞ്ഞ് സർപ്രൈസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സർപ്രൈസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും കാശിക്കുട്ടൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു.
കാശിവാവയുടെ ഒരു ഫോട്ടോ ഫ്രെയിം ആയിരുന്നു കേട്ടോ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാശിക്ക് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നതും ഇങ്ങനെ ഫ്രെയിമായിട്ട് കിട്ടുന്നതും ഇങ്ങനെ വെക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. പക്ഷേ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യാനൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റത്തൊന്നുമില്ല. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സൈഡിൽ കൂടെയും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മാറിയിരുന്ന് നമ്മൾ വേണമെങ്കിൽ എടുത്തോണം. അങ്ങനെ കാശിക്കുട്ടൻ്റെ അമ്മാമ്മ കാശിക്കുട്ടൻ നല്ല അടിപൊളി പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വൈകിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങനെ കഴിച്ചു. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഡേ ആണ് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ വരുന്നത്. അപ്പോൾ കാശിക്കുട്ടന് ചെറിയൊരു പിണക്കമൊക്കെ ഉണ്ടായിരുന്നു അന്ന്, കേക്ക് കട്ടിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അത് ഈ പായസം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു പിണക്കവും കാര്യങ്ങളൊക്കെ അങ്ങ് മാറി. ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. ഇന്ന് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഹലോ, അപ്പോൾ നമ്മൾ കാശിക്കുട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് പോവാണ്. ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മൾ വീട്ടിൽ വെച്ചിട്ടല്ല, ഇവിടെ അടുത്തൊരു ഹോട്ടലിൽ വെച്ചിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 6:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 7 മണിക്കാണ് ടൈം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 6:30 ആവുമ്പം അവിടെ ചെല്ലണം. എന്ന് വെച്ചാൽ വീടിനടുത്ത് തന്നെയാണിത്. അപ്പോൾ നമുക്കിപ്പോൾ ഇറങ്ങിയാൽ മതി. 6:30 ആകുമ്പോഴത്തേക്കും അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോഴത്തേക്കും ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളവരൊക്കെ വരും. നമുക്ക് ഇവിടുന്ന് അച്ഛനും അമ്മയും അനിയത്തിയും എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരുമായിട്ട് നമുക്ക് അവിടോട്ട് പോവാം. അവിടെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാണാം. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കണ്ടക്ട് ചെയ്തിട്ടുള്ള ഹോട്ടൽ. നമ്മൾ എത്തിയപ്പോഴത്തേക്ക് അവർ ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് ചെന്നിട്ട് കേക്ക് മാത്രം കട്ട് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തോട്ടുള്ള എൻട്രൻസ് എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഇത്. നമ്മുടെ സെലിബ്രേഷൻ നടക്കുന്ന സ്പേസ് മുകളിലാണ് കേട്ടോ. നമ്മൾ അവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിലേ മുകളിലോട്ട് പോവാം. ഞങ്ങൾ സ്വന്തമായിട്ട് സെക്യൂരിറ്റി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഡോറൊക്കെ ഓപ്പൺ ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേറൊരാളുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ സെലിബ്രേഷൻ നടത്തുന്നിടത്ത് എത്തിയിട്ടുണ്ട്. ഇതിന് മേളിൽ വെച്ചിട്ടാണ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് മേലോട്ട് പോവാം. കണ്ടില്ലേ, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സീറ്റിംഗ് ആണ് കേട്ടോ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത്രയൊരു പോർഷൻ നമുക്ക് വേണ്ടിയിട്ട് വേക്കൻ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിന് പുറത്താണ് കേട്ടോ നമ്മുടെ കേക്ക് കട്ടിങ്ങിനുള്ള സ്പേസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കാശിക്കുട്ടൻ നേരത്തെ വന്ന് സെറ്റായിട്ടുണ്ട്. ഇവിടെയൊക്കെ കണ്ടിട്ട് അവൻ ഓടി നടക്കുകയായിരുന്നു, എല്ലാം ഹാപ്പി ആയിട്ട്. എനിക്കിഷ്ടമായി അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ ഗസ്റ്റ് ഒന്നും എത്തിയിട്ടില്ല. നമ്മൾ കുറച്ച് നേരത്തെയാണ് വന്നത്, കാരണം അവരൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ വരണമല്ലോ. അപ്പോൾ ആ ടൈം കൊണ്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അവർ നല്ല ലൈറ്റിംഗ് ഒക്കെ നല്ലതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് അടിപൊളി നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ എല്ലാം ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. കാശിക്കുട്ടാ വീഡിയോ എടുക്കോ? ഹായ് പറ. കാശിയുടെ ഫേവറേറ്റ് പേഴ്സൺസ് ഒക്കെ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൂടെ ഒരു കുഞ്ഞു സുന്ദരി കുട്ടിയും കൂടെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ വാലയെ പിടിച്ച് ഇങ്ങനെ കളിച്ച് കാശിക്കുട്ടൻ ഇങ്ങനെ നടക്കുമായിരുന്നു. ഹായ് പറ. പുള്ളി എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ആൾ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. അതിനുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാരാണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ കാത്തിരുന്ന ആളിങ്ങെത്തിപ്പോയി. ഇതാണ് നമ്മുടെ ഷീച്ചേട്ടൻ, അതായത് നമ്മുടെ കാശിക്കുട്ടൻ്റെ ഷീച്ചേട്ടൻ. ഷീച്ചേട്ടന് കാശിക്കുട്ടനില്ലാതെ ഒരു ആഘോഷമില്ല, കാശിക്കുട്ടന് ശ്രീചേട്ടനില്ലാതെ ഒരു ആഘോഷമില്ല. അവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ, അത് ഭയങ്കര സ്പെഷ്യലാണ്. പറഞ്ഞു നമ്മുടെ കേക്ക് കട്ടിങ്ങിനുള്ള സമയം ഇങ്ങായിട്ടുണ്ട് കേട്ടോ. കാശിക്കുട്ടൻ്റെ സ്പൈഡർമാൻ കേക്കൊക്കെ അവിടെ ഫുൾ വെയിറ്റിങ്ങിലാണ്. അപ്പം നമ്മുടെ ഗസ്റ്റ് എല്ലാവരും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ. പിന്നെ അതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡ് നമ്മൾ നേരത്തെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. എല്ലാവരും നല്ല ആസ്വദിച്ച് കഴിച്ചു. ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാശിക്കുട്ടൻ്റെ ബർത്ത്ഡേ ഇത്രയും പേരുമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഹാപ്പിനെസ് വേറെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടുത്തെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു വന്നപ്പോഴത്തേക്കും നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗസ്റ്റൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോയി. നമുക്കിനി വീട്ടിലോട്ട് പോവാം. ഹലോ. അപ്പോൾ നമ്മുടെ കാശിക്കുട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ കഴിഞ്ഞു. കാശിക്കുട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അല്ലേ? ഇന്നലെ എല്ലാവരും വന്നില്ലേ?
അപ്പോൾ ഇന്നലെ വൈകിട്ട് വന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അപ്പോൾ കാശിക്കുട്ടനെ ഞാൻ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ പോകുന്ന വഴി വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തെ കാണുന്ന ബെല്ലൈക്കും കൂടെ ചെയ്താൽ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ പുതിയൊരു വീഡിയോക്കാണ്. എല്ലാവർക്കും ഗുഡ് ബൈ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.